വിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ധർമ്മശ്രേഷ്ഠ ജയലക്ഷ്മി ടീച്ചർക്കും മറ്റ് സന്നിഹിതരായിരിക്കുന്ന ഗുരുക്കന്മാർക്കും ഇവിടെയുള്ള എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക് ആദ്യത്തെ ദേവസ്തുതിയാണ്. ഭാഗവതത്തിൽ 3 ദേവസ്തുതികളാണ് ഉള്ളത്. ഈ ആദ്യത്തെ ദേവസ്തുതി തൃതീയ സ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിൽ 39 മുതൽ 51 വരെയുള്ള 13 ശ്ലോകങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ഹരിദ്വാരിൽ ഗംഗാതീരത്തുള്ള ആശ്രമത്തിൽ പരമജ്ഞാനിയായ മൈത്രേയ മഹർഷി ശാന്തനായി ഇരിക്കുകയായിരുന്നു. അവിടെ ഒരു ദിവസം കുരുശ്രേഷ്ഠനായ വിതുരർ അദ്ദേഹത്തെ സമീപിച്ച് നമസ്കരിച്ച ശേഷം 3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സുഖായ കർമാണി കരോതി ലോകോ നഗൈസുഖം സുഖാരമം വിന്ദേത ഭൂയസ്തതിതവേദം യഥത്ര യുക്തം ഭഗവാൻ വരേന. ജനങ്ങൾ സുഖത്തിന് വേണ്ടിയാണല്ലോ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നാൽ കർമ്മം കൊണ്ട് സുഖം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ദുഃഖം ഇല്ലാതാകുന്നുമില്ല. ഓരോ കർമ്മം ചെയ്യുന്തോറും ദുഃഖം വർദ്ധിച്ചു വരുന്നു. ഇതിനെന്താണ് കാരണം? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഭഗവാനെ ആരാധിച്ചാൽ ഭക്തി വളരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചിത്തം നിർമ്മലമായി തീർന്ന് ജ്ഞാനം വർദ്ധിക്കും. എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത്? ഇത് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, യാതൊരുവിധ കർമ്മവും ഇല്ലാത്ത ഭഗവാൻ ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? മൈത്രേയൻ വിതുരന്റെ ചോദ്യം കേട്ടിട്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു. മനസ്സെപ്പോഴും ഈശ്വരനിൽ ഉറച്ചുകൊണ്ട് ജീവിക്കുന്ന അങ്ങ് ഇങ്ങനെ ചോദിച്ചതിൽ ഒട്ടും ആശ്ചര്യമില്ല. വ്യാസഭഗവാന്റെ പുത്രനല്ലേ അങ്ങ്. വ്യാസന് ലോകത്തെ എത്ര അനുഗ്രഹിച്ചാലും മതി വരില്ല. ആ സ്വഭാവം അങ്ങേക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങ് ഭഗവാന്റെ അനന്യ ഭക്തനാണല്ലോ. മാണ്ഡവ്യ മഹർഷിയുടെ ശാപം കാരണം ഭൂമിയിൽ വന്ന് ജനിച്ച സാക്ഷാൽ യമധർമ്മൻ തന്നെയല്ലേ അങ്ങ്. ഭഗവാൻ അങ്ങ് പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് അങ്ങേക്ക് ജ്ഞാനോപദേശം ചെയ്യാനായിട്ട് എന്നെ തന്നെ ഭഗവാൻ ഏൽപ്പിച്ചത്. മൈത്രേയ മഹർഷി അനുഭവജ്ഞാനം വന്ന ഗുരുവും വിതുരർ മനുഷ്യത്തിൽ വന്ന ശിഷ്യനുമാണ്. ഇവരുടെ സംവാദത്തിൽ ജ്ഞാനാഗ്നിയുടെ പ്രകാശത്തിന് വെളിച്ചം വളരെയധികം കൂടും. സൃഷ്ടിക്ക് മുൻപ് പരമാത്മാവായ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ചതുശ്ലോകി ഭാഗവതത്തിലൂടെ ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുന്നത്. അഹമേവാസമേവാന്യേനാന്യസസ്തവരം പശ്ചാത്തലം യഥേതോവിശിഷ്യേതസ്പൃഹം. സ്ഥൂലവും സൂക്ഷ്മവുമായ പ്രപഞ്ച വസ്തുക്കളും തന്നെ ഒന്നും തന്നെ പണ്ടുണ്ടായിരുന്നില്ല. മായ കൊണ്ടാണ് ഭഗവാൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. മായ എന്നത് ദൃഷ്ടാവായ പരമാത്മാവിന്റെ ഒരു ശക്തി വിശേഷമാണ്. കാലശക്തിയുടെ പ്രവർത്തനം കൊണ്ട് സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുണ്ടായി. ഈ മായയിൽ നിന്നാണ് മഹത്വത്വം ഉണ്ടായത്. ആ മഹത്വത്വത്തിൽ നിന്ന് ഈശ്വരന്റെ ഈക്ഷണം കൊണ്ട് വിധേയമായി അഹങ്കാര തത്വം ഉണ്ടായി. ഈ അഹങ്കാര തത്വം 3 വിധത്തിലാണ്: സാത്വിക അഹങ്കാരം, രാജസ അഹങ്കാരം, താമസ അഹങ്കാരം. സാത്വിക അഹങ്കാരത്തിൽ നിന്ന് അന്ധകരണം, അതായത് അന്ധകരണം വെച്ചാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അന്ധകരണവും ഇന്ദ്രിയാധിഷ്ഠാനമായ ദേവതകൾ ഉണ്ടായി. ശബ്ദാദി വിഷയങ്ങൾക്ക് അറിയുന്നത് അധിഷ്ഠാന ദേവതകളുടെ സാന്നിധ്യം കൊണ്ടാണ്. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണാഹങ്കാരത്തിൽ നിന്നുണ്ടായി. താമസ അഹങ്കാരത്തിൽ നിന്ന് 5 തന്മാത്രകളും പഞ്ചഭൂതങ്ങളും ഉണ്ടായി. അങ്ങനെ പ്രകൃതി, മഹത്വത്വം, അഹങ്കാരതത്വം, ത്രിഗുണങ്ങൾ, അന്ധകരണം, 10 ഇന്ദ്രിയങ്ങൾ, 5 തന്മാത്രകൾ, 5 മഹാഭൂതങ്ങൾ എന്നീ അവയവങ്ങളുള്ള ഹിരണ്യഗർഭൻ ഉണ്ടായി. ഈ ഹിരണ്യഗർഭനെയാണ് വിരാട് പുരുഷനെന്നും ആദിനാരായണനെന്നും പറയുന്നത്. അന്തരൂപത്തിലുള്ള ഹിരണ്യഗർഭൻ വളരെ കാലം കാരണജലത്തിൽ ശയിച്ചു. ഹിരണ്യഗർഭന്റെ പൊക്കിക്കുഴിയിൽ നിന്ന് 14 ഇതളുകളുള്ള താമരയുണ്ടായി. അതിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിച്ചത്. പിന്നീട് ബ്രഹ്മാവിനെ ഉപാധിയാക്കി ഇന്ന് കാണുന്ന ലോകത്തിന്റെ സൃഷ്ടി നടന്നു. അപ്പോഴാണ് ദേവന്മാർ ഈ 13 ശ്ലോകങ്ങളെ കൊണ്ട്
ഭഗവാനെ സ്തുതിക്കുന്നത്. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ സ്തുതികളെല്ലാം. ഒന്നാമത്തെ ശ്ലോകം: നമാമതേ ദേവ പദാരവിന്ദം പദന്നദാപോവസമാദപത്രം യദ്മൂലകേദായതയോഞ്ജസോരു സംസാര ദുഃഖം ബഹിരുക്ഷിപന്തി. പ്രഭോ, അങ്ങയുടെ പാദങ്ങൾ അങ്ങയെ ആശ്രയിക്കുന്നവരുടെ സംസാരതാപം ശമിപ്പിക്കുന്ന കുടയാകുന്നു. അവയെ ആശ്രയിക്കുന്ന യോഗികൾ പെട്ടെന്ന് സംസാര ദുഃഖത്തെ ജയിക്കുന്നു. ആ പാദപത്മത്തിന് നമസ്കാരം. കുട കയ്യിൽ പിടിച്ചവരെ സൂര്യോഷ്ണം ബാധിക്കാത്തതുപോലെ മിന്തിരിവടിയുടെ പാദത്തെ ആശ്രയിച്ചവരെ താപങ്ങളൊന്നും ബാധിക്കുന്നില്ല. നമുക്കറിയാം 3 തരം താപങ്ങളാണുള്ളത്: ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം. ആ പാദപത്മത്തെ ആശ്രയിക്കുന്ന ഞങ്ങളുടെ താപത്തെ തീർത്ത് രക്ഷിക്കണമേ. ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകം: ദാദർയദസ്മിൻ ഭവൈച്ച ജീവാഃ താവത്രയോണോ ഭഗവാന ശർമ്മ ആത്മല്ലഭന്തേ ഭഗവന്തർച്ഛായാം സവിദ്യാതേയാശ്രയേമ. ഭഗവൻ ഈ സംസാരത്തിൽ താപത്രയത്താൽ പീഡിതരായ ജനങ്ങൾക്ക് അങ്ങയുടെ പാദങ്ങളുടെ തണലിനെ ആശ്രയിക്കാതെ തങ്ങളുടെ ആത്മാവിന്റെ സഹജമായ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ആത്മജ്ഞാനം നൽകുന്ന ആ പാദങ്ങളെ ഞങ്ങൾ ആശ്രയിക്കുന്നു. സ്വരൂപാനന്ദത്തെ അനുഭവപ്പെടുത്തുന്ന ആത്മജ്ഞാനം യാതൊന്നിൽ നിന്ന് ഭക്തന്മാർക്ക് ലഭിക്കുന്നുവോ നിന്തിരുവടിയുടെ ആ പാദപത്മത്തിന്റെ നിഴലിനെ ഞങ്ങൾ ആശ്രയിക്കുന്നു. യാതൊന്നിനെ ആശ്രയിക്കുന്നവർക്ക് സുഖം സിദ്ധിക്കുന്നുവെന്ന് കാണിച്ചത് അന്വയം. യാതൊന്നിനെ ആശ്രയിക്കാത്തവർക്ക് ആത്മസുഖം ലഭിക്കുകയില്ല എന്ന് കാണിച്ചത് വ്യതിരേകം. ഭഗവത് പാദഭജനം തന്നെ ആത്മാനന്ദം സിദ്ധിപ്പാനുള്ള ഏക മാർഗം. മൂന്നാമത്തെ ശ്ലോകം: മാർഗം ദീയത്തെ മുഖപത്മനീലൈഃ ഛന്ദസ്സുവർണ്ണേ ഋഷയോ വിദിക്തേ യസ്യാകമശോദസരിത്പരായാഃ പദം പദം തീർത്ഥപദപ്രപന്നാഃ. അങ്ങയുടെ മുഖപത്മമാകുന്ന കൂട്ടിൽ വസിക്കുന്ന പക്ഷികൾ പോലെ അവരുടെ വേദമന്ത്രങ്ങളുടെ സഹായത്തോടെ ഋഷിമാർ അങ്ങയുടെ പരിശുദ്ധ പാദങ്ങളെ തേടുന്നു. ആ പാദങ്ങൾ പാപനാശകമായ ജലം ശ്രേഷ്ഠ നദിയായ ഗംഗയുടെ ഉത്ഭവസ്ഥാനം അത്രേ. അങ്ങനെയുള്ള പാദങ്ങളെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഇവിടെ നല്ലൊരു ഉപമയാണ് ചെയ്തിരിക്കുന്നത്. വേദത്തെ പക്ഷിയായിട്ടും ഭഗവാന്റെ മുഖത്തെ വാസസ്ഥാനമായിട്ടുമാണ് കൽപ്പിക്കുന്നത്. പക്ഷികൾ സാധാരണയായി എങ്ങനെയാണ് ചെയ്യുന്നത്? ഓരോ കൂടുകളിൽ വസിക്കും, ആഹാരം അന്വേഷിച്ച് പുറത്തു പോകും, എന്നിട്ട് വീണ്ടും കൂട്ടിൽ വന്ന് വസിക്കും. ഇതുപോലെ വേദങ്ങൾ ഭഗവാന്റെ മുഖത്തിൽ നിശ്വാസ രൂപേണ വസിക്കുന്നു. കർമ്മം, ജ്ഞാനം, ഭക്തി എന്നീ മാർഗങ്ങളിൽ കൂടി ഈ വേദങ്ങളെല്ലാം സഞ്ചരിക്കുന്നു. വീണ്ടും ഭഗവാന്റെ മുഖത്തിൽ തന്നെ ലയിക്കും. പക്ഷികൾ സഞ്ചരിക്കുന്ന മാർഗം അനുസരിച്ച് നമ്മൾ പിന്നാലെ പോയാൽ നമുക്ക് പക്ഷികളുടെ വാസസ്ഥാനം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ വേദവാക്കുകളുടെ അർത്ഥത്തെ ചിന്തനം ചെയ്താൽ ഭഗവാനെ അറിയാം. മുഖത്തെ കൂടായിട്ടും വേദങ്ങളെ പക്ഷികളായിട്ടും കൽപ്പിച്ച് വർണ്ണിക്കുന്നു. നാലാമത്തെ ശ്ലോകം: സമൃദ്ധ്യമാനേ ഹൃദയവദായ ജ്ഞാനേന വൈരാഗ്യദലേന ധീര ഹൃദയവദത്തേ സരോജവീണം. ധീരന്മാർ ഭഗവത് നാമങ്ങളും മഹിമയും ശ്രദ്ധയോടെ കേട്ടും കീർത്തിച്ചും ഉണ്ടായ ഭക്തി കൊണ്ട് പരിശുദ്ധമായ ഹൃദയത്തിൽ അങ്ങയുടെ പാദങ്ങളെ ധ്യാനിക്കുന്നത് വഴി വൈരാഗ്യത്താൽ ദൃഢമായ ജ്ഞാനം നേടുന്നു. ആ പാദങ്ങളെ ഞങ്ങൾ ആശ്രയിക്കുന്നു. വിശ്വസ്യ ജന്മസ്ഥിതി സംയമാർത്തേ പിതാവതാരസ്യ പദാംബുജത്തെ വിജേമ സർവേ ശരണം യതീശ സ്മൃതം പ്രയച്ഛതമയം സുപുംസാം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കായി അവതാരങ്ങൾ സ്വീകരിക്കുന്ന അങ്ങയുടെ പാദങ്ങളെ സ്മരിക്കുന്ന ഭക്തന്മാർക്ക് അഭയസ്ഥാനമായ മുക്തി ലഭിക്കുന്നു. ആറാമത്തെ ശ്ലോകം: യക്ഷാനുബന്ധേ അസതി ദേഹഗേഹേ മമാഹൈത്യൂഢദുരാഗ്രഹാണാം പുംസാം സുദൂരം വസനോ വിപുര്യാം പദേ മദത്തേ ഭഗവത് പദാബ്ജം. ഭഗവാൻ അങ്ങ് എല്ലാ ജീവികളുടെയും ഹൃദയങ്ങളിൽ വസിക്കുന്നു.
എങ്കിലും നശ്വരങ്ങളായ ദേഹഗേഹങ്ങളിലും അവയോട് ബന്ധപ്പെട്ട വസ്തുക്കളിലും ഞാനെന്നും എന്റേതെന്നും ഉള്ള ദുർബുദ്ധി പുലർത്തുന്നവർക്ക് അങ്ങ് എത്രയോ അകലെയാണ്. അങ്ങയുടെ പാദങ്ങളെ ഞങ്ങൾ ശരണമറിയുന്നു. എല്ലാവരോടും കീർത്തിക്കപ്പെടുന്ന സർവേശ്വര, നീച വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന ഇന്ദ്രിയങ്ങളാൽ ആകർഷിക്കപ്പെടുന്ന മനസ്സോട് കൂടിയവർക്ക് അങ്ങയുടെ പരിശുദ്ധമായ പാദസ്പർശം കൊണ്ട് പരിപൂർണരായ ഭക്തന്മാരുമായി ഒരു കാലത്തും സംസർഗം ചെയ്യാൻ സാധിക്കുകയില്ല. പാനേനദേവ കഥാസുതായ പ്രവൃത്തഭദ്യാവിശദാശയായി വൈരാഗ്യസാരം പ്രതിലഭ്യബോധം യഥാചാന്യം. ഭഗവൻ അങ്ങയുടെ പുണ്യചരിതം കേട്ട് പരിശുദ്ധിയും ഭക്തിയും നേടുന്ന ജനങ്ങൾക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾ കൈവിടുന്നു. അവർ വേഗത്തിൽ അങ്ങയുടെ നാശരഹിതമായ സ്ഥാനം ലഭിക്കുന്നു. കഥാശ്രവണ നിമിത്തം ഭക്തിയും, ഭക്തി കൊണ്ട് വിഷയവൈരാഗ്യവും, വിരക്തിയാൽ ജ്ഞാനവും, ജ്ഞാനത്താൽ പരമപുരുഷാർത്ഥമായ മോക്ഷവും ലഭിക്കും. 9ാമത്തെ ശ്ലോകം. തഥാ സമാധിയോഗ പ്രകൃതിം ബലിഷ്ഠാം ത്വമേവ ധീരാ പുരുഷം വിശന്തി തേഷാം ശ്രവസ്യാൻ നദുസേവയാദേ. ബലവത്തായ മായയെ സമാധിയോഗം കൊണ്ട് ജയിച്ച് അങ്ങയെ പ്രാപിക്കുന്ന ധീരന്മാർ അനവധിയുണ്ട്. എന്നാൽ അവരുടെ മാർഗം വളരെ ക്ലേശം നിറഞ്ഞതാണ്. അങ്ങയുടെ സേവനം അനുഷ്ഠിക്കുന്ന ഭക്തന്മാരുടെ മാർഗമാകട്ടെ ക്ലേശമകന്നതുമാണ്. തത്തേ വയം ലോക സൃഷ്ടിയാദ്യ ത്വയാ സൃഷ്ടാഭിവിരാത്മവിസ്മാ സർവേ വിയുക്താ സുവിഹാരതന്ത്രം ന ശക്നുവസ്തത് പ്രതിഹത്തവേദേ. പ്രപഞ്ചം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് ത്രിഗുണങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാം സൃഷ്ടിച്ചു. എന്നാൽ അങ്ങയുടെ ലീലാരംഗമായ ഈ പ്രപഞ്ചം രൂപം കൊള്ളുന്നതിന് ആവശ്യമായ വിധം വേണ്ട പോലെ കൂടിച്ചേരാൻ ഞങ്ങൾക്ക് സാധ്യമാവുന്നില്ല. യാവത് ബലീതേ അലഹാരമകാലേ യഥാ വയം ചാന അതാ വയത്ര യഥോപയേഷാം തൈമേ ലോക ബലിം ഹരന്തോന അഭ്യന്തരൂഹാഹ. ഈ ലോകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാലേ അങ്ങയുടെ പൂജാപകരണങ്ങൾ വഴി സമർപ്പിക്കാനോ അപ്പോൾ മാത്രമേ മനുഷ്യർ നൽകുന്ന ബലി കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ആഹാരം ലഭിക്കൂ. ഞങ്ങളുടെ ചേർച്ചയാൽ ഉണ്ടാകുന്ന ഈ ലോകങ്ങൾക്കും അങ്ങേക്ക് നിർവിഘ്നമായി പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നു. 12ാമത്തെ ശ്ലോകം. ആത്മപുരുഷനും അനശ്വരനുമായ അങ്ങ് തത്വങ്ങളും ദേവന്മാരുമാവുന്ന ഞങ്ങളുടെ എല്ലാം പ്രഭവസ്ഥാനമാണ്. നിത്യനായ അങ്ങ് ഗുണകർമ്മങ്ങളുടെ ഉഭവസ്ഥാനമായ പ്രകൃതിയിൽ നിക്ഷേപിച്ച ബീജമത്രേ മഹത്വത്വമായി പ്രകാശിക്കപ്പെടുന്നു. തതോ വയം സത്പ്രമുഖായ ദത്തേ ബഹുവിമാത്മൻ കർവാമകിന്തേ ത്വന്നസ്വചക്ഷു പരിദേഹി ശക്യാ ദേവക്രിയാതേ യത് അനുഗ്രഹാണാം. പ്രഭോ, തത്വങ്ങൾ കൂടിച്ചേർന്ന് ലോകങ്ങളും ജീവന്മാരും അതിനാണ് അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചത്. ഈ സൃഷ്ടികർമ്മം ചെയ്യാൻ വേണ്ട ശക്തിയും ബുദ്ധിയും അങ്ങയുടെ അനുഗ്രഹിച്ചിട്ടായ ഞങ്ങൾക്ക് നൽകിയാലും ലോകത്തിൽ എന്ന് നിലനിൽക്കുന്ന വസ്തു ചൈതന്യം ഒന്ന് മാത്രം. അതിൻ്റെ ഭാവമാറ്റം മാത്രമാണ് താൽപ്പര്യമായ ഈ ലോകം. സ്വർണ്ണാഭരണത്തിൽ പൂർവാവസ്ഥയിലും ആഭരണാവസ്ഥയിലും എല്ലാം സ്വർണം സ്ഥിരമായതുപോലെ നമ്മൾ ഈ ലോകത്തെ ആഭരണത്തിന്റെ പൂർവാവസ്ഥയിലും ഇപ്പോഴത്തെ അവസ്ഥയിലും ഭാവിയിലും സത്യമായ ചൈതന്യം മാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. ഇതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് കാണാം. മനസ്സിന്റെ 3 അവസ്ഥകളാണല്ലോ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇതിൽ
ആദ്യത്തെ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ മറ്റു രണ്ട് അവസ്ഥകളും അനുഭവവേദ്യമല്ല. സ്വപ്നത്തിൽ ജാഗ്രതും സുഷുപ്തിയും ഇല്ല. സുഷുപ്തിയിൽ മറ്റു രണ്ട് അവസ്ഥകളും ഇല്ല. സത്യത്തിൽ ഈ മൂന്ന് അവസ്ഥകളും താൽക്കാലികം മാത്രമാണ്. അപ്പോൾ ഈ മൂന്നും അനുഭവിക്കുന്ന നാലാമതൊരവസ്ഥ ഉണ്ടാകേണ്ടതല്ലേ? അതാണ് തുരീയം. അതിന് അവസ്ഥാഭേദങ്ങളില്ല. അത് സ്ഥിരമാണ്, സത്യമാണ്. അതിനെ മറ്റവസ്ഥകൾ ബാധിക്കുന്നുമില്ല. അത് സാക്ഷ്യാവസ്ഥയാണ്. അതിനെയാണ് പരമാത്മാവ് എന്ന പദം കൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത്. ഓരോ മനുഷ്യന്റെയും യഥാർത്ഥ അവസ്ഥ അതാണ്. ഈ ലോകവുമായി അതിന് ഒരു ബന്ധവും ഇല്ല. ബന്ധമുണ്ടാക്കുന്നതെല്ലാം നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് അടങ്ങിയാൽ നാം എല്ലാം സ്വയം ഈശ്വരത്വം അറിയുന്നു. അപ്പോൾ പൂർണ്ണമായ സുഖം അനുഭവിക്കുന്നു. ഇതാണ് നിത്യസുഖത്തിലേക്കുള്ള മാർഗം. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ മൂന്ന് അവസ്ഥകളിൽ അനുഭവപ്പെടുന്ന പ്രപഞ്ചം അനിത്യവും ദുഃഖപൂർണവുമാണ്. അതിൽ നിന്ന് മനസ്സിനെ ഈശ്വര കഥകളിലേക്ക് തിരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ സുഖം ലഭിക്കും. ഈ സുഖം നമുക്ക് ലഭിക്കാമെന്നാണ് ഈ അധ്യായത്തിലൂടെ മൈത്രേയ മഹർഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിനായി ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളെല്ലാം ഭഗവാന്റെ പാതാരബന്ധത്തിലും ഗുരുക്കന്മാരുടെ പാദത്തിലും എല്ലാവരുടെ പാദങ്ങളിലും ഞാൻ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ